Good morning, all. Good morning, Miss. നമ്മള് എന്താ പറയുക, ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ, മാനേജ്മെന്റ് ആണ് അടുത്ത് വെച്ചിരിക്കുന്നത്. പേഴ്സണൽ പോളിസി വരെയല്ലേ അത് തുടങ്ങിയാണ് എടുക്കേണ്ടത് അല്ലെ. പ്രോസസ്സ് നമ്മൾ പറഞ്ഞു നിർത്തിയില്ലേ കേട്ടോ, പ്രോസസ്സ് എല്ലാം പറഞ്ഞു തരുന്നില്ലേ. എല്ലാവരും വായിച്ചു നോക്കിയിരുന്നായിരിക്കും. തന്നെയൊന്നും വായിച്ചു പോകണോട്ടാ, കാരണം ഒരുപാട് 2-3 പേജസ് ഒക്കെ ചിലപ്പോ ആണെങ്കിൽ എടുത്ത് പോകാറുണ്ട്. പറ്റുന്ന തരത്തില് ചിലപ്പോഴൊക്കെ 2 പേജ് കഴിഞ്ഞാറുള്ളൂ. നിങ്ങൾ എന്തായാലും അന്ന് തന്നെ എടുത്ത് വായിച്ചു നോക്കണേ. നമ്മള് നിർത്തിയത് എവിടം വരെയാണോ എന്ന് പറയാമോ? എവിടം വരെയാണ് അത് നിർത്തിയതെന്ന് പറയാമോ? പേഴ്സണൽ പോളിസി തുടങ്ങിയല്ലേ നമ്മൾ എടുക്കേണ്ടത്. ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ആരും വായിച്ചു നോക്കാനാണോ? പ്രോസസ്സ് പറഞ്ഞു കഴിഞ്ഞതല്ലേ, ഞാൻ മറ്റു ക്ലാസ്സിലും കൂടിയും എല്ലാം എടുത്തു പോകുന്ന കാരണം കൊണ്ടാണ്. ഇത് കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്സ് വരെയല്ലേ പറഞ്ഞു നിർത്തിയത്. അതെ, പേഴ്സണൽ പോളിസി തുടങ്ങിയാണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെയാണ്. അപ്പൊ നമ്മൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ചോദിക്കാം, കണ്ടിന്യൂ ചെയ്തെടുത്തോട്ടെ. നോക്കാം പേഴ്സണൽ പോളിസി. അപ്പൊ ഹ്യൂമൻ റിസോഴ്സസിന്റെ ചാപ്റ്റർ ആണ്. നമുക്കറിയാം, ഒരു സ്ഥാപനത്തിന്റെ അവിടെ എത്രത്തോളം മറ്റു ഇൻവെസ്റ്റ്മെന്റ്, മറ്റ് സോഴ്സുകൾ തന്നെ അപേക്ഷിച്ച് ഹ്യൂമന്റെ എഫേർട്ട് അത് എത്രത്തോളം കാര്യക്ഷമമായിട്ട് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നുവോ അത്രയും മാത്രം നല്ല രീതിയിലുള്ള റിസൾട്ടാണ് ആ ഓർഗനൈസേഷനെ നേടിയെടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് നേരത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങള് ഇത് തന്നെയാണോന്ന് അറിയില്ല. ഇതിനകത്ത് ചാപ്റ്റർ 3 ആണ്. ചിലർക്ക് ചില വ്യത്യസ്തമായിട്ടുള്ള നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പൊ അതിന്റെ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെച്ചു. അതായത് ഹ്യൂമന്റെ പ്രാധാന്യത്തെ കുറിച്ചുണ്ട്. ഇനി പേഴ്സണൽ പോളിസിയിൽ എന്താ പറയുന്നു? പേഴ്സണൽ പോളിസി ഇസ് പ്രീ പ്ലാൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ that establishes a guide to work towards acceptable outcomes and objectives. അതായത് പേഴ്സണൽ പോളിസി, പേഴ്സണൽ നയങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ കൂട്ടി അല്ലെ, ഒരു മാനേജറൊക്കെ ആണെങ്കിൽ മാനേജിംഗ് പൊസിഷനിലുള്ളവര് എന്താണ് നേരത്തെ കൂട്ടിയിൽ പ്രീ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു നയങ്ങളാണ്. ആ പേഴ്സണൽ പോളിസീസ് ആർ ദ റൂൾസ് ആൻഡ് കൺട്രോൾ ഹൗ ടു ഡീൽ വിത്ത് എ ഹ്യൂമൻ റിസോഴ്സസ് ഓർ പേഴ്സണൽ റിലേറ്റഡ് സിറ്റുവേഷൻസ്. അതായത് ഈ റൂളുകളെല്ലാം, ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഓരോ പേഴ്സന്റെ അവരുടെ ആ ഒരു റിസോഴ്സസ്, ആ ഒരു മനുഷ്യന്റെ വിഭവശേഷിയും അതുമായി ബന്ധപ്പെട്ട പേഴ്സൺ എങ്ങനെയാണ് എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫേസ് ചെയ്യേണ്ടി വരിക, അതുമായി ബേസ് ചെയ്തിട്ടുള്ള കുറെ നയങ്ങളാണ് നേരത്തെ കൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോളിസികളാണ് പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത്. അത് പേഴ്സണൽ പോളിസി ആകാം, റൂൾസ്, അത് നിയമങ്ങളാണ്. How to deal with a human resources or a personal related situation. ഓരോ പേഴ്സണും റിലേറ്റ് ചെയ്തിരിക്കുന്നത് ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ടുള്ള കുറെ നിയമങ്ങളാണ് പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത്. The following advantages are achieved by setting a personal policy. ഒരു പോളിസി ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നു. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. They help managers at a different level of decision making to take a decision without consulting their superior. അതായത് നമ്മളിപ്പോ ഒരു സ്ഥാപനത്തില് അതിന്റെ ഏതെങ്കിലും വർക്കേഴ്സിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് മാറ്റേഴ്സ് വരികയാണെങ്കിൽ അവര് നേരെ അവരുടെ നേരെ മേലെയുള്ള സുപ്പീരിയേഴ്സിനോട് ചോദിക്കാതെ തന്നെ ആ താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായിട്ടുള്ള ഡിസിഷൻസ്, മാർഗനിർദ്ദേശങ്ങളെല്ലാം കൈമാറ്റം ചെയ്യാനായിട്ട് ഈ പോളിസി കൊണ്ട് ഉപകാരപ്പെടുന്നുണ്ട്. അതായത് നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ അനുസരിച്ച് ചിലപ്പോൾ 1 മണിക്കൂർ നേരത്തെ പോവുകയാണ്. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യണം? മേലുള്ള സുപ്പീരിയേഴ്സിനോട് ചോദിച്ചിട്ടല്ല
അവർ ആ തീരുമാനം മാനേജ്മെന്റ് അവർക്ക് കൊടുക്കുന്നത്. അത് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ നേരത്തെ കൂട്ടി പറഞ്ഞിട്ടുണ്ടാവും. ഇനി ഇത്ര ടൈമുകൾ ഉണ്ടെങ്കിൽ ഇത്രയും പേയ്മെന്റ് ആണോ, ഇത്ര നേരത്തെ കൂടി കൂട്ടിയാണെങ്കിൽ അവർക്ക് ഇന്ന രീതിയാണ് അവർക്ക് ഉണ്ടാവുക. ഇനി ഓവർ ടൈം ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന എക്സ്ക്യൂസ് ആണ് അവർ കൊടുക്കുക എന്നുള്ള കുറെ നിയമങ്ങള്, നിയമസംഹിതകള്, റൂൾസുകള് അവർ നേരത്തെ കൂട്ടി തയ്യാറാക്കുകയാണ്. അപ്പൊ മാനേജേഴ്സിന് എന്താണ്, അവർക്ക് അവരെ ഉദ്യോഗസ്ഥന്മാരോടൊന്നും ചോദിക്കാതെ തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. Next point, they ensure long-term welfare of employees and make for a good employer-employee relationship as favoritism and discrimination are example. അതായത് മാനേജേഴ്സിന് അല്ലെ മറ്റുള്ള തൊഴിലാളികളുടെ ഇടയിൽ തന്നെ നന്നായിട്ട് ക്ഷേമത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള ഒരു അവസരം, നല്ലൊരു ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്. കാരണം നേരത്തെ കൂടി റിലേഷൻ റൂൾസുകളാണ് ഇറക്കിയിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ റൂൾസ് അനുസരിച്ചിട്ട് ഫോളോ ചെയ്യാനായിട്ട് അവിടെയുള്ള ഓരോ തൊഴിലാളികളും ബാധ്യസ്ഥരാണ്. അപ്പൊ അത് അവര് വില്ലിങ് ആണെങ്കിലാണ് അവിടെ ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അവർ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നല്ല ഒരു റിലേഷൻഷിപ്പ്, അത് ചെയ്തില്ല എങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും, അത് വലിയ പ്രശ്നമില്ലാതെ തന്നെ ചൂണ്ടിക്കാണിക്കാനും അവരോട് എന്തെങ്കിലും വേർതിരിവൊന്നും കാണിക്കാതെ തന്നെ അവർക്ക് ബോധ്യപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും. കാരണം നേരത്തെ കൂടി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇവര് തയ്യാറാക്കിയൊക്കെയാണ്. അപ്പൊ അതിന് വില്ലിങ് ആയവര് മാത്രമേ അവിടെ അപ്പോയിന്റ്മെന്റ്സ് എടുത്തിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോഴെന്താണ് നല്ലൊരു ബന്ധം സ്ഥാപിക്കാനും വേറെ ഒരു വിവേചനം കൂടാതെ തന്നെ കാര്യങ്ങൾ ഇവരെക്കൊണ്ട് ചെയ്യിപ്പിക്കാനും മനസ്സിലാക്കി കൊടുക്കാനായിട്ടും സാധിക്കും എന്നുള്ളത്. ഞാൻ എന്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്, ലക്ഷ്യങ്ങൾ പറയുന്നു. എന്താണ് സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റിന്റെ ഒരു സുരക്ഷ അത് ഉറപ്പാക്കാനായിട്ട് അവിടെ ഉള്ള തൊഴിലാളികൾക്കാണെങ്കിൽ ഓക്കെ ഇന്ന കാര്യങ്ങൾ
ഹലോ ഹലോ വോയിസ് ഓക്കെ അല്ലേ? ഒരു ചെറിയ ടെക്നിക്കൽ എററാണ്. എന്തായാലും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ? എന്താ എനിവേ ഒരു ചെറിയ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് ക്ലാസ് കേൾക്കാലോ, എന്നെ വിസിബിൾ അല്ല എങ്കിലും ക്ലാസ് ഓക്കെ ആണല്ലോ അല്ലെ? കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ ക്ലാസ് എടുത്തോട്ടെ? കേൾക്കാം. ഓക്കെ. അപ്പൊ എന്നെ എന്തോ ഒരു ചെറിയൊരു സംതിങ് പ്രോബ്ലം ഉണ്ട്. ചിലപ്പോ അത് ശരിയായി പോണോ. എന്തായാലും നമുക്ക് ക്ലാസ് മിസ്സാക്കണ്ട. എന്റെ വോയിസ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ. ഓക്കെ. അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് എന്താണ്? നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അല്ലെ? ഒബ്ജക്റ്റീവ്സ് ആണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. എന്താണ്? സ്ക്രൂട്ടിനി ഓഫ് എംപ്ലോയ്മെന്റ്. സ്ക്രൂട്ടിനി ഓഫ് എംപ്ലോയ്മെന്റ് നമ്മൾ പറഞ്ഞു. എന്താണ്? ഇങ്ങനെ പോളിസികൾ നേരത്തെ കൂട്ടി ഇങ്ങനെ തയ്യാറാക്കി വെക്കുമ്പോൾ എന്താ പ്രത്യേകത? അതനുസരിച്ചിട്ട് സുപ്പീരിയേഴ്സിനോടൊന്നും ചോദിക്കാതെ തന്നെ ഇവർക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട്, മേലെ അധികാരികൾക്ക് അവരെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്? നല്ല ഒരു സമയത്തിന്റെ പ്രോബ്ലം ഒന്നും ഇല്ലാതെ തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒബ്ജക്റ്റീവ്സിന്റെ ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് എന്താണ്? അത് എംപ്ലോയ്മെന്റിന്റെ വോയിസ് ഓക്കെ ആണോ? അപ്പോ അതില് നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ്? ഫസ്റ്റ് വൺ പറയുന്നത് സെക്യൂരിറ്റി എംപ്ലോയ്മെന്റ്. അതായത് അവിടെയുള്ള വ്യക്തികൾക്ക്, തൊഴിൽ ചെയ്യുന്നവർക്ക് അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്ത കൂലി കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട്, തൃപ്തിയോട് കൂടിയിട്ട് അവർക്ക് ജോലി ഉറപ്പാക്കാനായിട്ട് പറ്റുമെന്നുള്ളത് നോക്കാം. ചിലപ്പോ അത് ചെറിയൊരു എറർ മാറിപ്പോവുകയായിരിക്കും. നോക്കാം. പേയ്മെന്റ് ഓഫ് ഫെയർ വേജസ്. അല്ല, അവിടെ ഫെയർ വേജസ്, മതിയായ കൂലി അല്ലെ? പേയ്മെന്റ് ഓഫ് ഫെയർ വേജസ്, മതിയായ കൂലി കിട്ടാനായിട്ട് നിയമ നടപടികൾ നേരത്തെ കൂട്ടി തീരുമാനിക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള മതിയായ കൂലി കിട്ടുന്നു. സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. മാനേജേഴ്സിന് അവരുടെ ഇടയിൽ ഫെയർ വേജസ്. അപ്പോ നെക്സ്റ്റ് പോയിന്റ് എല്ലാവരും ക്ലിയർ ആയെന്ന് തോന്നുന്നു. പേയ്മെന്റ് ഓഫ് ഫെയർ വേജസ്. നെക്സ്റ്റ് സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. അതായത് നമുക്കറിയാം അവിടെ മാനേജേഴ്സിന് സുപ്പീരിയേഴ്സിനോടൊന്നും ചോദിക്കാതെ തന്നെ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകാനായിട്ട്, അപ്പൊ തൊഴിലാളികളുടെ ഇടയിൽ ഒരു നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത്. അപ്പൊ വ്യവസായത്തിന് നല്ലൊരു അല്ലെ, നമ്മൾ ആ ഒരു ഏതൊരു സ്ഥാപനമാണോ ആ സ്ഥാപനത്തിന് നല്ലൊരു അന്തരീക്ഷത്തിലൂടെ പോകാനായിട്ട് സാധിക്കും എന്നുള്ളത്. ദെൻ ട്രെയിനിങ് ഓഫ് എവരി വൺ. എല്ലാവർക്കും തന്നെ ട്രെയിനിങ് കൊടുക്കാനായിട്ട് അല്ലെ? നമുക്ക് ഒരു നേരത്തെ കുട്ടിയുടെ പോളിസികളൊക്കെ തയ്യാറാക്കുമ്പോൾ പുതിയ എംപ്ലോയി ആണെങ്കിൽ അവർക്ക് 3 month ട്രെയിനിങ് ഒക്കെ കൊടുക്കണം എന്നുള്ളത് നേരത്തെ കുട്ടി തീരുമാനിച്ചിട്ടുണ്ടാവും. ആ ഒരു രീതിക്ക് തന്നെയായിരിക്കും ഫോളോ ചെയ്തത്. അപ്പൊ എന്താണ്? അവിടെയുള്ള വർക്കേഴ്സിന് എല്ലാവർക്കും തന്നെ ഓരോരുത്തർക്കും അവരുടെ രീതി അനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കും. ദെൻ ഓപ്റ്റിമൽ യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. അതായത് നല്ല രീതിയിൽ തന്നെ മനുഷ്യന്റെ വിഭവശേഷിയെ ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കും. അതൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള റൂൾസ് നമ്മൾ കണ്ടായിരുന്നു. എന്താണ്? പേഴ്സണൽ റിലേറ്റഡ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ടുള്ള രീതിയെ കണക്ട് ചെയ്തിട്ടുള്ള നിയമങ്ങളാണ് നിയമങ്ങളായിട്ട് ഇറക്കുന്നത്.
അങ്ങനെ വരുമ്പോഴെന്താണ് നല്ല രീതിയിൽ തന്നെ ഹ്യൂമൻ റിസോഴ്സസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. റെസ്പെക്ടിങ് ഹ്യൂമൻ ഡിഗ്നിറ്റി, അതായത് ഓരോ വ്യക്തികൾക്കും അല്ലെ അവരുടെ ആ ഒരു പൊസിഷൻ അനുസരിച്ചിട്ട് അവർക്ക് ഒരു ലേബൽ ഉണ്ടാവും അല്ലെ, ഏറ്റവും ടോപ്പ് ലെവലുള്ളവർക്ക് അല്ലെങ്കിൽ താഴെയുള്ളവർക്ക് അവരുടേതായ പേരുകളുടെ അനുസരിച്ചിട്ടുള്ള ആ ഒരു ലേബൽ ഉണ്ടാവും. അപ്പൊ അത് കാത്തു സൂക്ഷിക്കാനായിട്ട്, ആ അന്തസ്സ് നിലനിർത്താനായിട്ട് അതനുസരിച്ചിട്ട് തന്നെ ടോപ്പേഴ്സിനെ ബഹുമാനിക്കാനും അതോടൊപ്പം തന്നെ അവരോട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളത്. ഇതെല്ലാം എന്താണ് ഈ പോളിസി നേരത്തെ കൂട്ടി തയ്യാറെടുക്കുന്നതനുസരിച്ചിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ്, അതാണ് അവിടെയുള്ള ഒരു സ്ഥാപനത്തിന് നടക്കുന്നത്. അപ്പൊ ആ അപ്പോയിന്റ്മെന്റ്സ് അനുസരിച്ചിട്ട് ഇന്നതാണ് എന്റെ മേലുദ്യോഗസ്ഥന്മാര് അല്ലെങ്കിൽ ഇന്നതാണ് എന്റെ നിയമങ്ങള് എന്നുള്ള ആ ഒരു രീതി കൺസിഡർ ചെയ്തിട്ടാണ് ഏതൊരു തൊഴിലാളിയും ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് സുരക്ഷിത ഉറപ്പുവരുത്തുന്നുണ്ട്, അതായത് അവരുടെ ജോലി ചെയ്ത കൂലി കിട്ടുന്നുണ്ട്, പേയ്മെന്റ് ഫെയർ വേജസ് കിട്ടുന്നുണ്ട്, എംപ്ലോയ്മെന്റ് സുരക്ഷിതത്വം, ഇന്ന് നമ്മളെ പെട്ടെന്ന് പിരിച്ചുവിടാനായിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവരതിൽ അഡോപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിലും അത് അവർക്കൊരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നുണ്ട്. അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള വേജസ് തൊഴിലാളികൾക്ക് പറയുന്നുണ്ടാവും, നല്ലൊരു റിലേഷൻഷിപ്പ് ആ ഒരു രീതി അനുസരിച്ചിട്ടുണ്ടാവും. അതേമാതിരി തന്നെ ഓരോരുത്തർക്കും ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം ആ പോളിസിയിലുണ്ടാവും. ഒപ്റ്റിമൽ യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, നല്ല രീതിയിൽ ആ ഒരു മനുഷ്യന്റെ വിഭവശേഷി ഉപയോഗപ്രദമാക്കാനായിട്ടുള്ള നിയമങ്ങള് നിയമാവലിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. റെസ്പെക്ടിങ് ഹ്യൂമൻ ഡിഗ്നിറ്റി, ഓരോ വ്യക്തികൾക്കുമുള്ള ഒരു അന്തസ്സ് കാത്തു സൂക്ഷിക്കാനായിട്ട് അത് ബഹുമാനത്തോടുകൂടി കൈകാര്യം ചെയ്യാനായിട്ടും സാധിക്കും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പോളിസിയിലെ ലക്ഷ്യങ്ങൾ. നെക്സ്റ്റ് എന്താണ് പ്രിൻസിപ്പിൾസ്. നമുക്ക് ചെറുതായിട്ട് ഒരു സമയക്രമം പോയി, അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ കണ്ടിന്യൂ ചെയ്യണം. എന്താണ് പ്രിൻസിപ്പിൾസ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട പേഴ്സണൽ പോളിസിയുമായി ബന്ധപ്പെട്ട തത്വങ്ങൾ എന്തൊക്കെയാണ്? അതിലെന്താ പറയുന്നത്, ട്രെയിൻ എവരിവൺ ഫോർ ദ ജോബ് ടു ബി ഡൺ, എല്ലാവരും തന്നെ ചെയ്യേണ്ട ജോലി അല്ലെ, അത് ഓരോരുത്തർക്കും ഏത് പോസ്റ്റിലേക്കാണോ അവർ അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുന്നത് അത് കൃത്യമായിട്ട് തന്നെ ചെയ്യാനായിട്ടുള്ള ഒരു നിശ്ചിത തത്വം പാലിച്ചിട്ടായിരിക്കും ഈ പേഴ്സണൽ പോളിസികളെല്ലാം തയ്യാറാക്കുന്നത്. പുട്ട് ദ റൈറ്റ് മാൻ ഇൻ ദ റൈറ്റ് പ്ലേസ്, അതായത് ഒഴിവുകൾക്ക് അനുസരിച്ചിട്ട് നല്ല കൃത്യമായിട്ടുള്ള വ്യക്തികളെ ആയിരിക്കും അതുമനുസരിച്ചിട്ട് അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. Then supply the right tools and the right condition of work. അതായത് നമുക്കറിയാം അല്ലെ, ഓരോ വർക്കിനും അതിനനുസരിച്ചിട്ടുള്ള ടൂൾസുകളും ആവശ്യമാണ് വർക്കേഴ്സിന്. അത് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു എന്താണ് ടെക്നിക്കൽ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ടെക്നീഷ്യനുമായി ബന്ധപ്പെട്ട ടൂൾസുകൾ അവിടെ അവൈലബിൾ ആണ്. കേസ് ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അവരുടെ ഡ്യൂട്ടി ആണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള കമ്പ്യൂട്ടറും കാര്യങ്ങളും അവൈലബിൾ ആക്കണം അല്ലെ. അത് കറക്റ്റ് ആയിട്ടുള്ള ടൂൾസുകൾ അവിടെ ഉണ്ടായിരിക്കണം. ഈ പോളിസി അനുസരിച്ചിട്ട് ആ ഒരു രീതിയിലുള്ള അപ്പോയിന്റ്മെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ടൂൾസുകളും അവിടെ ഉണ്ടായിരിക്കണം. Then make the organization a coordinate team through a proper coordinate and administration of various departments and divisions. അതായത് എല്ലാവരോടും അല്ലെ ഒരു കോർഡിനേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥാപനമാണെങ്കിൽ അതിന്റെ മെയിൻ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് എല്ലാവരുടെയും ഒരു ഏകോപനം ആവശ്യമായിട്ടുണ്ട്. അതിപ്പോ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള ഇവരാണെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യക്തിത്വമാണെങ്കിലും എല്ലാവരും പ്രോപ്പർ ആയിട്ട് അവരുടെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇതുള്ള തരത്തിലുള്ള പോളിസികളായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്. പ്രൊവൈഡ് സെക്യൂരിറ്റി വിത്ത് ഓപ്പർച്യൂണിറ്റി ഇൻസെന്റീവ് റെക്കഗ്നീഷൻ, അതായത് നമ്മളെപ്പോഴും എല്ലാവർക്കും നല്ല കൃത്യമായിട്ടുള്ള അംഗീകാരം കൊടുത്തിരിക്കണം അല്ലെ. ഓരോ പൊസിഷനിലും നമുക്കറിയാം ഒരു സംഘടനയാകുമ്പോഴും മേലെയുള്ള വ്യക്തികൾക്കുള്ള ജോലി പോലെ തന്നെ കീഴിലുള്ള വ്യക്തികൾക്കും അവരുടേതായ ഡ്യൂട്ടി ഉണ്ടാവും. എല്ലാവർക്കും ഒരേപോലെയുള്ള അംഗീകാരങ്ങൾ അത് അവരവർക്ക് ചേർന്ന രീതിയിലുള്ള കുട്ടികളൊക്കെ കൊടുക്കണം. പ്രൊവൈഡ് സെക്യൂരിറ്റി വിത്ത് ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. ഇൻസെന്റീവ്സ് എന്തെങ്കിലും കൊടുക്കേണ്ടതുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇൻസെന്റീവ്സ് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. റെക്കഗ്നീഷൻ എന്ന് വെച്ചാൽ അംഗീകാരം അല്ലെ, ഓരോരുത്തർക്കും ഓരോ തൊഴിലിന്റേതായ അംഗീകാരം അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കേണ്ടതും തത്വങ്ങളില് പ്രധാനമായിട്ട് എടുത്ത് പറയുന്നു. ലാസ്റ്റ് വൺ പറയുന്നത് ലുക്ക് ഹെഡ് പ്ലാൻ ഹെഡ് ഫോർ മോർ ആൻഡ് ബെറ്റർ തിങ്സ്. എപ്പോഴും മുന്നോട്ട് അല്ലെ ഒരു സെലക്ഷൻ എന്നുള്ള രീതിയിലാണ് ഈ തത്വങ്ങൾ നമ്മൾ ഇറക്കുന്നത് അല്ലെ, ഒരു പോളിസി നയങ്ങള് റൂൾസുകൾ കൊണ്ടുവരുന്നത്. അപ്പൊ എല്ലാവരും ഒന്നിച്ച് നിന്ന് മുന്നോട്ട് നയിക്കുക എന്നുള്ള രീതിയിൽ ബെറ്റർ തിങ്സ് നല്ല ഒരു രീതിയിൽ തന്നെ നല്ലൊരു പ്ലാനോട് കൂടി എല്ലാവരും മുന്നോട്ട് തന്നെ നയിക്കപ്പെടുന്ന തരത്തിലുള്ള രീതികളായിരിക്കണം കോഴ്സിൽ ഉണ്ടായിരിക്കേണ്ടത്. ആ ഒരു തത്വം കൂടി ഇവിടെ എടുത്ത് പറയുന്നു. ഓക്കെ, പ്രിൻസിപ്പൾസ് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കാം.
എന്തെങ്കിലും ചോദിക്കാമോ? വേർഡ്സിന്റെ മീനിങ്ങോ ജസ്റ്റ് പറഞ്ഞു പോയത് എന്താണോ? ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. ഫോർത്ത് പോയിന്റ് എന്താണ്? ഫോർത്ത് പോയിന്റ് മേക്ക് ദ ഓർഗനൈസേഷൻ കോർഡിനേറ്റ് ടീം ത്രൂ എ പ്രോപ്പർ കോർഡിനേറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഡിവിഷൻസ്. അതായത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഡിവിഷൻ എന്ന് പറയുമ്പോൾ പല തലത്തിൽ നിന്നുകൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ നമുക്കറിയാം. ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഇരുന്നുകൊണ്ട് തന്നെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ? ഒരു ന്യൂറോളജി സെക്ഷൻ ഉണ്ടാവും, കാർഡിയോളജി ഉണ്ടാവും, നെഫ്രോളജി ഉണ്ടാവും. അങ്ങനെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിലും ഡിവിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെയെല്ലാം എന്താണ് കോർഡിനേറ്റ് ചെയ്യേണ്ടതുണ്ട്, ഒന്നിച്ച് കൊണ്ടുവരേണ്ടതുണ്ടാവും അല്ലെ? ഒരേ ഒരു ലക്ഷ്യമായിരിക്കും ഒരുപക്ഷെ നല്ല ഒരു പേഷ്യൻസിന് നല്ല ഒരു സർവീസ് അതോടൊപ്പം തന്നെ പ്രോഫിറ്റബിൾ ആക്കുന്ന രീതിയിലുള്ള ഒരു ലക്ഷ്യമായിരിക്കും. അപ്പൊ അതിനെല്ലാം എല്ലാ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റിനെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കണം എന്താ അവിടെ ആ ഒരു റൂൾസിൽ അങ്ങനെയുള്ള രീതിയിലുള്ള നിയമങ്ങളായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. മേക്ക് ദ ഓർഗനൈസേഷൻ എ കോർഡിനേറ്റ് ടീം, ഒരു കോർഡിനേറ്റ് ടീമോ ഒന്നിച്ച് നയിക്കേണ്ടതുണ്ട്. അത് ഒന്നിച്ച് കൊണ്ടുപോകാനായിട്ട് ഒരു ടീം രൂപീകരിക്കേണ്ടതുണ്ട്. പ്രോപ്പർ കോർഡിനേറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഡിവിഷൻസ്. അതായത് നല്ലൊരു ടീം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തില് ഓരോ ഡിവിഷൻസ് വ്യത്യസ്ത തരത്തിലുള്ള ഡിവിഷൻസ് അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റിനെ ഒന്നിച്ച് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഒരു തത്വമാണ് നല്ലൊരു കോർഡിനേറ്റ് ടീം ഉണ്ടാക്കുക എന്നുള്ളത്. മേക്ക് ദ ഓർഗനൈസേഷൻ എ കോർഡിനേറ്റ് ടീം ത്രൂ എ പ്രോപ്പർ കോർഡിനേറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഡിവിഷൻസ്. ഓക്കെ, ക്ലിയർ ആയോ? നമുക്കപ്പോ നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാലോ. നിങ്ങൾ എന്തായാലും വായിച്ചു നോക്കണോട്ടോ. കാരണം ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെ ഇന്ന് പറ്റിയില്ലെങ്കിലും നെക്സ്റ്റ് ടൈമിലെങ്കിലും നിങ്ങൾ ഡൗട്ട് ചോദിക്കുക. എന്തായാലും നെക്സ്റ്റ് എടുത്ത് നോക്കാം. എന്താണ് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട് പേഴ്സണൽ പോളിസി. അതായത് നല്ല ഒരു പേഴ്സണൽ പോളിസി നമ്മൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ നല്ല രീതിയിലാവണമെങ്കിൽ നല്ല ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അതിന് പ്രധാനമായിട്ടുള്ള നല്ല സവിശേഷതകൾ ഉണ്ടാവണം. അപ്പൊ അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. Personal policy characteristics അതിന്റെ സവിശേഷതകൾ. It should be clear, positive and clearly understood. Clearly അല്ല, easily understood. Positive and easily understood by each and every employee of the organization. It should be clear, positive and easily understood by each and every employee of the organization. എല്ലാ എംപ്ലോയീസും അവിടെയുള്ള ആ ഓർഗനൈസേഷനിലുള്ള എല്ലാ എംപ്ലോയീസിനും എളുപ്പത്തിൽ മനസ്സിലാക്കത്തക്ക വിധത്തില് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നല്ല നെഗറ്റീവ് ഇംപ്രഷൻ കിട്ടാത്ത വിധത്തില് അവരുടെ മനസ്സിന് നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നയങ്ങളായിരിക്കണം. അത് ക്ലിയർ ആയിരിക്കണം അല്ലെ, വ്യക്തമായിരിക്കണം. അതോടൊപ്പം തന്നെ ഈസിലി എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന തരത്തിലായിരിക്കണം അവരുടെ റൂൾസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. Then it should be in a written form. First one പറഞ്ഞു എന്താണ് അത് ഈസിലി അണ്ടർസ്റ്റുഡ് അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി തരുന്ന അല്ലെങ്കിൽ വ്യക്തതയുള്ളത് റൂൾസുകളായിരിക്കണം എന്ന് പറഞ്ഞു. സെക്കൻഡ് വൺ എന്താണ് അത് റിട്ടൺ ഫോമിലായിരിക്കണം, എഴുതി തയ്യാറാക്കത്തക്ക വിധത്തിലുള്ള പോളിസികൾ നിയമങ്ങളായിരിക്കണം. Then it should be in the local language also. അല്ലെ, ഒരു ലോക്കൽ അവിടെ ഏത് പ്ലേസിലാണോ ആ ഓർഗനൈസേഷൻ ഉള്ളത് അവിടെ ഉപയോഗിക്കുന്ന ഭാഷയിലായിരിക്കണം അത് എഴുതി തയ്യാറാക്കേണ്ടത്. കാരണം അവിടെയുള്ള തൊഴിലാളികൾക്ക് അത് എളുപ്പത്തിൽ വായിച്ചിരിക്കണമെങ്കിൽ ആ ഭാഷയിലായിരിക്കണം അത് എഴുതി തയ്യാറാക്കേണ്ടത്. The next, it should be generally known to all those who are interested. അത് എല്ലാവരും തന്നെ it should be generally known, അറിയപ്പെടേണ്ടത് all those who are interested. എങ്ങനെയാണ് എല്ലാവർക്കും ഉള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അത് എല്ലാവരുടെയും കൂടി ആഗ്രഹപ്പെടുന്ന രീതിയിൽ നല്ല രീതിയിൽ എല്ലാവർക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന തരത്തിലുള്ള ഒരു രീതിയിലായിരിക്കണം അത് എഴുതി തയ്യാറാക്കാനായിട്ട്. It should be generally known to all those who are interested. അത് അറിയാനായിട്ട് അല്ലെ ഒരു ആഗ്രഹം, അത് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാവർക്കും മനസ്സിലാക്കത്തക്ക വിധത്തിലായിരിക്കണം എന്ന് പറഞ്ഞാൽ മാതിരി തന്നെ എല്ലാവർക്കും ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള ഒരു രീതിയായിരിക്കണം അത് ഫോളോ ചെയ്യേണ്ടത്. Then it should be written in order to preserve it against loss. അതായത് നമ്മൾക്ക് റിട്ടേൺ ആയിട്ടുള്ള രീതിയിലായിരിക്കണം അത് എഴുതി തയ്യാറാക്കേണ്ടത്. ഒപ്പം തന്നെ എന്താണ് നമ്മൾ നഷ്ടം
ഉണ്ടാവരുത് അല്ലെ. ഓർഡർ ടു പ്രിസർവ് ഇറ്റ് അഗെയിൻസ്റ്റ് ലോസ്, നഷ്ടത്തിന് നഷ്ടപ്പെടരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി. അതായത് ഒരു ജോലി നമുക്ക് കിട്ടുമ്പോഴെന്താണ്, നമുക്ക് പോസിറ്റീവ് എനർജിയോട് കൂടിയിട്ടാണ് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. അതൊരിക്കലും അവര് നെഗറ്റീവ് എനർജി അതിന് സാക്ഷരക്ക് കിട്ടിയത്തക്ക വിധത്തിലുള്ളതായിരിക്കരുത്. പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കിട്ടിയത്തക്ക വിധത്തിലുള്ള നിയമങ്ങളായിരിക്കണം അതിലേക്ക് വരുന്നത്. നമുക്ക് അതായത് സ്വത്ത് കൂടിയിട്ടുള്ള കാര്യങ്ങളോട് കൂടിയിട്ട് ജോലിക്ക് പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അതല്ലാതെ ഫ്രീ ആയിട്ട് വളരെ ഫ്രീ ആയിട്ടുള്ള രീതിയിൽ ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള രീതിയായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതാണ് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ബെറ്റർ ഇൻ ഓർഡർ ടു പ്രിസർവ് ഇറ്റ് അഗെയിൻസ്റ്റ് ലോസ്. Then it must be reasonable, stable but not rigid. അതായത് ആ ഓരോ നിയമങ്ങൾ അത് നിലനിൽക്കുന്നതായിരിക്കണം, ഒരിക്കലും റിജിഡ് ആകരുത്. പക്ഷെ അത് വളച്ചൊടിക്കുന്ന വിധത്തിൽ അല്ലെ, കർക്കശപ്പെടുന്ന രീതിയിൽ നമ്മള് കൊണ്ട് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള നിയമങ്ങളാകരുത്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് കുറച്ച് നിയമങ്ങൾ തന്നു കഴിഞ്ഞാൽ ആ നിയമങ്ങൾ അനുസരിക്കാൻ അത് നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള നിയമങ്ങളായിരിക്കണം. ഒരിക്കലും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത രീതിയിലുള്ള നിയമങ്ങളാവരുത്. വീണ്ടും പറയുന്നത് എന്താണ്, അത് നിലനിർത്തപ്പെടുന്ന നിയമങ്ങളായിരിക്കണം. ഒരിക്കലും കർക്കശത്തോട് കൂടിയിട്ടുള്ള നിയമങ്ങളാകരുത്. എന്ന് വെച്ചാൽ മസ്റ്റായിട്ട് നിങ്ങൾ നമ്മൾ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യണമെന്നുള്ളത് നമുക്കറിയാം സ്ഥാപനത്തിന്റെ ലക്ഷ്യത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഘടകമാണ്. പക്ഷെ ഇൻ കേസ് നിങ്ങൾ ഒരു മിനിറ്റ് വൈകി കഴിഞ്ഞ് നെക്സ്റ്റ് ടൈം തുടങ്ങി നിങ്ങൾ ജോലിക്ക് പ്രവേശിക്കരുത്. അങ്ങനെയൊക്കെയുള്ള കർക്കശ നിയമങ്ങളൊന്നും അതിൽ അഡോപ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളത്. അതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മസ്റ്റ് ബി റിസണബിൾ, സ്റ്റേബിൾ ബട്ട് നോട്ട് റിജിഡ്. നെക്സ്റ്റ് വേണം പറയുന്നത് എന്താണ്, ഇറ്റ് ഷുഡ് ബി ദ റിസൾട്ട് ഓഫ് ദ കെയർഫുൾ അനാലിസിസ് ഓഫ് ഓൾ ദ അവൈലബിൾ ഫാക്ട്സ്. അതായത് നിലവിലുള്ള ആ ഒരു ഘടകങ്ങൾ വെച്ചിട്ട് അത് അനലൈസ് ചെയ്യുമ്പോൾ നല്ല ഒരു എല്ലാം കൂടി ഒത്തു നോക്കിയിട്ട് നല്ലൊരു റിസൾട്ട്, നല്ലൊരു ഫലമായിരിക്കണം അതിൽ ഉൾപ്പെടുത്തേണ്ടത്. അതായത് വ്യത്യസ്ത ഘടകങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള നിയമങ്ങളെല്ലാം ഉണ്ടാക്കാനായിട്ട് പാടുള്ളൂ. അതിന്റെ ഒരു നല്ലൊരു ഫലമായിരിക്കും. അതായത് ഫാക്ടുകളൊന്നും പരിശോധിക്കാതെ, സത്യങ്ങളൊന്നും പരിശോധിക്കാതെ ആവരുത് നിയമങ്ങളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ല രീതിയിലുള്ള ഘടകങ്ങളെല്ലാം പരിശോധിച്ച് അത് വിലയിരുത്തി നല്ല രീതിയിൽ ശ്രദ്ധയോടുകൂടി വിലയിരുത്തിയിട്ടായിരിക്കണം ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ, അതായത് ഇതിന്റെ നിയമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. Then it should be uniform throughout the organization. അതായത് ഓർഗനൈസേഷൻ ഒന്നിച്ച് നിൽക്കാനായിട്ട് അല്ലെ, ഇറ്റ് ഷുഡ് ബി യൂണിഫോം throughout the organization. ഒന്നിച്ച് നയിക്കപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം. അതായത് വ്യത്യസ്ത ഭിന്ന അഭിപ്രായങ്ങൾ വരാത്ത തക്ക വിധത്തിൽ എല്ലാവർക്കും ഏകോപനത്തോട് കൂടിയിട്ടുള്ള ഒരു കാര്യങ്ങളായിരിക്കണം ഈ നിയമങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത്. Then it must provide a two-way communication system between the management and the employees. അതായത് കമ്മ്യൂണിക്കേഷൻ ഈ ഒരു പോളിസി നയങ്ങൾ അനുസരിച്ചിട്ട് നമുക്കറിയാം അത് തൊഴിലുടമ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അല്ലെ, ഇന്ന രീതി സമയത്ത് വരണം, ഇത്രയാണ് നിങ്ങളുടെ കൂലി, അല്ലെങ്കിൽ ഇങ്ങനെ ഇന്ന അവേഴ്സ് നിങ്ങൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സാലറി അഡ്ജസ്റ്റ് ചെയ്യും, ഓവർ ടൈം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇൻസെന്റീവ്സ് കിട്ടും, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്രയും ബെനിഫിറ്റുകൾ കിട്ടും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് എംപ്ലോയർക്ക് നിർദ്ദേശിക്കുന്ന കുറെ നിയമങ്ങളാണ്. അപ്പൊ ഇതിലൂടെ എന്താ പ്രത്യേകത, ഇവർക്ക് ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ വഴി എംപ്ലോയിക്ക് ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എംപ്ലോയിനെ അറിയിക്കാനും പറ്റും, എംപ്ലോയിക്ക് അറിയേണ്ട കാര്യങ്ങൾ അല്ലെ ഈ റൂൾസ് ആൻഡ് റെഗുലേഷനിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ടും സാധിക്കും. അതിന് പറ്റുന്ന തരത്തിലുള്ള നിയമങ്ങളായിരിക്കണം ഉണ്ടായിരിക്കുന്നത്. ഇറ്റ് മസ്റ്റ് പ്രൊവൈഡ് എ ടു വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ബിറ്റ്വീൻ ദ മാനേജ്മെന്റ് ആൻഡ് ദ എംപ്ലോയീസ്. ഇതെല്ലാം എന്താണ് ഇതിന്റെ ഈ ഒരു പേഴ്സണൽ പോളിസിയുടെ സവിശേഷതകളാണ്. ജസ്റ്റ് വായിച്ചു നോക്കാം.
ക്ലിയർ ആണോ? ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, നമ്മുടെ സംഘടനയുടെ ഘടന അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പൊ നമ്മള് പ്ലാൻ എന്താണ് നമ്മുടെ പോയിന്റ് ഒന്നുകൂടി പറയാമോ? It should be generally known to all those who are interested. അതായത് നമ്മള് നേരത്തെ പറഞ്ഞല്ലേ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം എന്ന് പറഞ്ഞു. അതായത് ഓരോരുത്തരും അവിടെയുള്ള തൊഴിലാളികൾ എന്താണോ ഇൻട്രസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് അറിയാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കണം. should be generally known. അത് അറിയുന്ന all those who are interested. അതായത് എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ്. ഓക്കെ, ഈ നിയമങ്ങളെല്ലാം എല്ലാവർക്കും കുഴപ്പമില്ല അല്ലെ? ജനറലി നോൺ ഓൾ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ്. എല്ലാവർക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ നിയമങ്ങളിൽ ഉള്ളത് എന്നുള്ള രീതിയായിരിക്കും. ആ ഒരു സവിശേഷത ഇതിലുണ്ടായിരുന്നു അല്ലെ? അതായത് അവിടെയുള്ള തൊഴിലാളികൾക്ക് ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പൊ എല്ലാവർക്കും എന്താണ് ജനറലി നോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള അറിയാനുള്ള ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ഈ ഒരു നിയമാവലിയിൽ ഉൾപ്പെടുത്തേണ്ടത്. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ? An organization structure explain how activities like task allocation, coordination, and supervision are directed toward the achievement of organizational aims. അതായത് നമ്മളുടെ ഒരു ഓർഗനൈസേഷൻ അല്ലെ, അത് ഏതൊരു സ്ഥാപനമാണെങ്കിലും, ഹോസ്പിറ്റൽ ആണെങ്കിലും മറ്റൊരു ഇൻഡസ്ട്രി ആണെങ്കിലും സ്കൂൾ ആണെങ്കിലും എന്താണെങ്കിലും എന്താണ് അതിനൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ഒരു എയിം ഉണ്ടായിരുന്നു. ആ ഓർഗനൈസേഷനിലെ ആ എയിം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യാനതുണ്ടാവും. ഇപ്പൊ സ്കൂളിലാണെങ്കിൽ എന്താണ് കുട്ടികളുടെ നല്ലൊരു അഡ്മിഷൻ ഉണ്ടാവണം, നന്നായിട്ട് ടീച്ചിങ് ചെയ്യണം, അത് വേറെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണം. അങ്ങനെ വരുമ്പോഴാണ് കൂടുതൽ അഡ്മിഷൻസ് ഒക്കെ വരിക. അപ്പൊ വ്യത്യസ്ത ടാസ്കുകൾ അവിടെയുണ്ട്. പഠിപ്പിക്കുക എന്നുള്ളതുണ്ട്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി നേടേണ്ടതുണ്ട്, പിള്ളേരെ എന്ന് പറഞ്ഞാൽ അതിന് ഹോസ്പിറ്റലാണെങ്കിൽ നമുക്കറിയാം പേഷ്യന്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സർവീസ് കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് അവിടെ നല്ല സൗകര്യങ്ങൾ, ഹോസ്പിറ്റലിൽ നല്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്, നല്ല ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ നല്ല നഴ്സുമാരുടെ സേവനം കാഴ്ചവെക്കേണ്ടതുണ്ട്. അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങളെല്ലാം ഉണ്ട് അത് ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം നേടിയിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഒരു വലിയ ഒരു ടാസ്ക് അല്ലെ, വലിയ ഒരു പ്രവർത്തനമാകുമ്പോൾ എന്താണ് അതിനെ ചെറിയ ചെറിയ ടാസ്കുകളാക്കി കൊടുക്കേണ്ടതുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ചെയ്യേണ്ടതുണ്ട് അല്ലെ. എല്ലാം കൂടി ഒന്നിച്ച് ഒരു പേഴ്സൺ അല്ല ചെയ്യുന്നത്, വ്യത്യസ്ത വ്യക്തികളാണ് ആ തൊഴിലുകൾ ചെയ്യുന്നത്. അപ്പൊ ഓരോരുത്തർക്കും ഈ ടാസ്ക്, ഈ ഒരു മെയിൻ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ടാസ്കുകൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. അതാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ പ്രധാനമായിട്ട് ആ ഘടനയില് പറയുന്നത്. നോക്കാം. An organization structure explain how activities like task allocation, coordination, and supervision are directed toward the achievement of organization aims. അതായത് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആ ടാസ്കുകളെല്ലാം ഓരോരുത്തർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം, വീതിച്ചു കൊടുക്കണം, കോർഡിനേറ്റ് ചെയ്യണം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്താണ് ഏകോപിച്ച് കൊണ്ടുപോകേണ്ടതുണ്ട് അല്ലെ. അവിടെയുള്ള വർക്കേഴ്സിനെ എല്ലാവരും ഒരുപോലെ നിർത്തിയിട്ട് വേണം ഓരോ ടാസ്കുകൾ ചെയ്തു കൊണ്ടുപോകാനായിട്ട്. അപ്പൊ അതിന് ഏകോപന പ്രവർത്തനം നടത്തേണ്ടതുണ്ട്. അതിന്റെ സൂപ്പർവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നത് നല്ല രീതിയിലാണോ ചെയ്യുന്നതെന്ന് എന്താണ് മേൽനോട്ടം വഹിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് അത് മനസ്സിലാക്കി കൊടുത്ത് ആ എറർ മാറ്റി ലക്ഷ്യത്തിലേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെയുള്ള സൂപ്പർവിഷൻ മേൽനോട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആ ഡയറക്ടഡ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി സൂപ്പർവിഷൻ നടത്തുമ്പോൾ എന്തെങ്കിലും ഡയറക്ഷൻ അല്ലെ, നമ്മൾ മാറിയാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ മാറിയാണ് ചെയ്യുന്നത്, ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല എന്ന് കണ്ടെത്തിയാൽ ഈ ഒരു രീതി ഒരു ഡയറക്ഷൻ കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു ഡയറക്ഷനിലേക്ക് കൊടുത്തിട്ട് വേണം ഈ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അച്ചീവ്മെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ എയിംസ്.
അപ്പൊ ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത ജോലികളെ ഏകോപിപ്പിച്ച് അതോടൊപ്പം തന്നെ മേൽനോട്ടം വഹിച്ച് ഡയറക്റ്റ് ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ് ആ ഘടനയാണ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു സ്ട്രക്ചറാണ് ഒരു ഘടന. ഓരോരുത്തർക്ക് ഇത് ഏൽപ്പിച്ചു കൊടുക്കണം, ഡയറക്റ്റ് ചെയ്യണം, സൂപ്പർവിഷൻ ചെയ്യണം. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ ചട്ടക്കൂട് എന്ന് പറയുന്നത്. സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലായോ? ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ എന്താണെന്നുള്ള ഓർഗനൈസേഷന്റെ ഘടന. ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് വിവിധ പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളെ എന്താണ് വ്യത്യസ്തമാക്കിയിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം, അതിന്റെ മേൽനോട്ടം വഹിക്കണം. ഇനി ഇൻ കേസ് എന്തെങ്കിലും റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള രീതിയിലേക്ക് ഡയറക്റ്റ് ചെയ്യണം. അങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം. ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങളുടെ ചട്ടക്കൂടിനെയാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയറായോ? അപ്പൊ നമുക്ക് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും എന്താണ് കൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നുള്ളത്, എന്തൊക്കെ ആശയങ്ങളാണ് ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചറിലുള്ളത്. ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ കണ്ടായിരുന്നു ഒരു ലക്ഷ്യമുണ്ട് അല്ലെ, ഒരു മാനേജ്മെന്റ് അതിൻ്റെതായ ലക്ഷ്യം നേടിയെടുക്കാനായിട്ടാണ് അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കുന്നത്. അപ്പൊ ഈ ടാസ്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പേഴ്സണൽ ആയിട്ടുള്ള ഓരോ വ്യക്തികൾക്കും എന്താണ്, ഓരോ തൊഴിലാളികളുമാണ് വരുന്നത് എന്താണ്, അവരുടെ വ്യത്യസ്തമായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സംതൃപ്തമാക്കാൻ. ചിലപ്പോൾ ഫിനാൻഷ്യലി ആയിരിക്കും, ചിലപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു ഇമേജ് ഉള്ള ജോലിയായിരിക്കും. എന്ത് തന്നെ ആയിക്കോട്ടെ അവർക്ക് ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് അവര് ആ ടാസ്ക് ചെയ്യാനായിട്ട്, മാനേജ്മെന്റിന്റെ ആ ഒരു കാര്യം ചെയ്യാനായിട്ട് അവിടെ വരുന്നത്. അപ്പൊ അത് ഒരു ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുകയാണ്. Then the delegation of authority. That it is the delivery by one individual to another, the right to act, to take a decision, to requisition resources, to give a direction to other to act and to execute other tasks in order to fulfill job responsibility. ഒരു ജോലിയുടെ ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ വേണ്ടിയിട്ട്, അതായത് അവരുടെ ആ ഉത്തരവാദിത്തം ആ കടമ നിറവേറ്റാൻ വേണ്ടിയിട്ട് എന്താണ് മൊത്തം ജോലിയെ അത് ഓരോരുത്തർക്കും എന്താണ് അത് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അല്ലെ. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയിൽ പറയുന്നത് എന്താണ്, അധികാരങ്ങൾ വിന്യസിതമാക്കുക. നമുക്ക് അറിയാം ഒരു വലിയ ഒരു ഫേമൊക്കെ ആവുമ്പോൾ വ്യത്യസ്ത പൊസിഷനിലുള്ള അധികാരികളായിരിക്കും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഈ അതോറിറ്റി അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഓരോ അധികാരം അവർക്ക് കൊടുക്കുമ്പോഴെന്താണ് അവർ സെപ്പറേറ്റ് ആയിട്ട് നിന്നിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ വിഭജിച്ച് നൽകുന്നുണ്ട്. ആ വിഭജിച്ച് നൽകുന്ന ലക്ഷ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ വ്യക്തികളെ അധികാരപ്പെടുത്തുകയാണ്. പിന്നെ അവരെ കോർഡിനേറ്റ് ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുകയും മാറ്റങ്ങൾ വരുത്തിയിട്ട് ഡയറക്ഷൻ കൊടുത്ത് അവരെ കൃത്യമായിട്ട് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് കൊടുക്കുന്ന ഒരു ഘടന, അതാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ വരുന്നത്. ഇപ്പൊ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഇതുമാതിരി അധികാരം കൊടുക്കാവുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡെലിവറി ബൈ one individual to another, the right to act, to take a decision, to requisite the resources, to give a direction to others to act, and to execute other tasks in order to fulfill the job responsibility. അതായത് ആ ഒരു നമ്മൾ നേരത്തെ കണ്ട ടാസ്ക് അച്ചീവ് ചെയ്യാനായിട്ട് ഓരോ വ്യക്തികൾക്ക്, നമ്മള് ഹോസ്പിറ്റലാണെങ്കിൽ നമ്മൾ കണ്ടായിരുന്നു ഒരു വാർഡ്, ആ വാർഡില് ഇൻചാർജ് ഉള്ള നഴ്സ്, ആ നഴ്സിനാണ് ആ വാർഡ് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധി കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ആ ഇൻചാർജുള്ള വ്യക്തി എന്ത് ചെയ്യും, വ്യത്യസ്ത നഴ്സുമാർക്ക് ഓരോരോ ഡ്യൂട്ടി കൊടുക്കും. അപ്പൊ ഓരോ പേഷ്യന്റിനെ കൈകാര്യം ചെയ്യാനായിട്ട് അതിനനുസരിച്ചുള്ള ഡിസിഷൻ എടുക്കാനുള്ള പകരം അവർക്ക് അവരുടെ ഇതുണ്ട്. ഈ വാർഡിനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തീരുമാനങ്ങളും ചെയ്യാനായിട്ടുള്ള ഈ എന്താണ് ഇൻചാർജുള്ള വ്യക്തിക്ക് ആ ഒരു സ്റ്റാഫ് നഴ്സിന് കൊടുക്കുകയാണ്. അപ്പൊ അതാണ് ആ ഒരു അധികാരം അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അല്ലെ, പ്രൊഡക്ഷൻ കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ പ്രൊഡക്ഷനിൽ മെയിൻ ആയിട്ടുള്ള മീറ്റിംഗ് അത് വിട്ടുകൊടുക്കുകയാണ്. നിങ്ങൾ ഇത്രയും പ്രൊഡക്ഷൻ ഇന്ന സംഭവം കൊണ്ട് നിങ്ങൾ നേടിയെടുക്കണം എന്നുള്ളത്, ഇത്രയും ടൈമിനുള്ളിൽ ഇത്രയും പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കുക എന്നുള്ളത്. അതുമാത്രം തന്നെ സ്റ്റോക്കിന്റെ കാര്യങ്ങളാണെങ്കിലും ഇത്രയും സ്റ്റോക്ക് അവിടെ കീപ്പ് ചെയ്യണം, ഓക്കെ ആണോ, ഇത്ര ടൈമിനുള്ളിൽ ഇത്ര സ്റ്റോക്ക് എത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യണം. അങ്ങനെ ആ ഒരു അധികാരം അവർക്ക് വിട്ടുകൊടുക്കാം. അങ്ങനെ ഓരോ അധികാരം ഓരോ നിലയിലുള്ള ഓരോ ടൈപ്പിലുള്ള വ്യക്തികൾക്ക് വിട്ടുകൊടുത്തിട്ട് അവരതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും ചെയ്യുക എന്നുള്ളതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയിൽ പറയുന്നത്. അധികാര വികേന്ദ്രീകരണമാണ് ഇതിൽ പറയുന്നത്. ആദ്യം തന്നെ എന്താണ് ടാസ്ക് എന്താണെന്നുള്ളത്, അവർക്ക് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷനോട് കൂടി മാത്രമേ
ടാസ്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ എന്ന് നമ്മൾ പറയുന്നു. നെക്സ്റ്റ് അധികാരങ്ങൾ വിട്ടുകൊടുക്കുകയാണ്. ഓരോരുത്തർക്കും ആ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള അധികാരം വിട്ടുകൊടുക്കുന്നു. ദെൻ പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. അതിലല്ലേ അവര് ഓരോ ടാസ്കുകൾ ചെയ്യാനായിട്ട് ഓരോരുത്തർക്ക് അലോട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ഇത് ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഈ അധികാരങ്ങൾ വിട്ടുകൊണ്ടത് അവർ ദുരുപയോഗം ചെയ്താലോ അപ്പൊ നമുക്ക് ഓർഗനൈസേഷൻ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റില്ല. അപ്പൊ എന്താണ് അത് കൃത്യമായിട്ട് തന്നെ ഇവര് അവരെ കൊടുത്ത അധികാരങ്ങൾ പ്രയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനായിട്ട് എന്താണ് സൂപ്പർവിഷൻ നടത്തണം, മേൽനോട്ടം വഹിക്കണം. അത് പ്രോപ്പർ സ്പാൻ നല്ല ഒരു രീതിയിലുള്ളത് അതെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ നമുക്കറിയാം. ഏറ്റവും ടോപ്പ് മുതൽ താഴെ വരെ ഒരു ഹൈറാർക്കി സിസ്റ്റത്തിലായിരിക്കും ഏതൊരു ഓർഗനൈസേഷനിലും അതിന്റെ അധികാരം പങ്കിടുന്നത്. അപ്പൊ ആ ഒരു പ്രോപ്പർ സ്പാനിൽ തന്നെ സൂപ്പർവിഷൻ നടത്തുക. ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ. അപ്പോ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ ഇവിടെ സ്പാനിന്റെ മീനിങ് നിങ്ങൾക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ടാവും. അതായത് അകലം എന്നാണ്. നല്ലൊരു കൃത്യമായിട്ടുള്ള അകലം കീപ്പ് ചെയ്തിട്ട് സൂപ്പർവിഷൻ നടത്തുക എന്നുള്ളത്. സൂപ്പർവിഷൻ നടത്തുമ്പോൾ അവര് അതിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. കൃത്യമായ അകലവും വെച്ചിട്ടായിരിക്കണം അവരുടെ സൂപ്പർവിഷൻ കാര്യങ്ങളൊക്കെ നടത്തേണ്ടത്. എങ്കിൽ മാത്രമേ തെറ്റുകൾ ഉണ്ടെങ്കിലും അവർക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ ഇതിലെന്താ പറയുന്നത്? അണ്ടർ സ്പെഷ്യലൈസേഷൻ ലിമിറ്റഡ് duties are formed regularly and repeatedly. From the personal point of view, specialization makes the learning of the job routine easier and turns the worker into an expert in this job. അതായത് പേഴ്സണൽ ആയിട്ട് നമ്മളിപ്പോ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ ചെയ്യുമ്പോൾ ഒരു വർക്ക് അത് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് ആ വ്യക്തിക്ക് കൂടുതൽ കാര്യക്ഷമമായിട്ട് ആ വർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. നമ്മളിപ്പോ ഒരു വലിയ ടാസ്ക് അത് ഓരോരുത്തർക്കും വിധിച്ച് നൽകുകയാണ് ചെയ്യുന്നത് അല്ലെ, ലക്ഷ്യം നേടിയെടുക്കാനായിട്ട്. അപ്പൊ എപ്പോഴും ചെയ്യുന്ന വ്യക്തികൾക്ക് എന്താണ് വീണ്ടും അതേ വർക്ക് ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റോടും കൂടുതൽ കാര്യക്ഷമയോടും കൂടി കൂടുതൽ വേഗത്തിൽ അവർക്ക് ആ കാര്യം ചെയ്യാനായിട്ട് സാധിക്കും. എന്നാണ് ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അണ്ടർ സ്പെഷ്യലൈസേഷൻ ഇങ്ങനെ വർക്കുകൾ വിഭജിച്ച് നൽകുമ്പോൾ ലിമിറ്റഡ് ഡ്യൂട്ടീസ് ആണ് പെർഫോംഡ് റെഗുലർലി ആൻഡ് റിപ്പീറ്റീവ്ലി. ചില ഡ്യൂട്ടികൾ എപ്പോഴും റെഗുലർ ആയിട്ടും റിപ്പീറ്റ് ആയിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫ്രം ദ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ, പേഴ്സണലായിട്ട് നോക്കുമ്പോൾ സ്പെഷ്യലൈസേഷൻ മേക്സ് ദ ലേണിംഗ് ഓഫ് ജോബ് റൂട്ടീൻ ഈസിയർ ആൻഡ് ടേൺസ് ദ വർക്കർ ഇൻടു ആൻ എക്സ്പെർട്ട് ഇൻ ദിസ് ജോബ്. അങ്ങനെ എപ്പോഴും ഒരേപോലെ തന്നെ ഒരേ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അവര് കൂടുതലായിട്ട് ഈസി ആയിട്ട് അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ട് ആ ജോലി ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. ദെൻ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഷുഡ് ബി പ്രോപ്പർ. അതോടൊപ്പം തന്നെ നമ്മളിങ്ങനെ ടാസ്കുകൾ കൊടുത്ത് സൂപ്പർവൈസ് ചെയ്ത് പിന്നെ സ്പെഷ്യലൈസേഷൻ ഒക്കെ നടത്തി അവരെ കൊണ്ട് തന്നെ വീണ്ടും ചെയ്യിപ്പിച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ എന്താണ് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നല്ലൊരു ആശയവിനിമയം കൂടി നടത്താനുള്ള ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു സാധ്യതയും കൂടി അവൈലബിൾ ആക്കുമ്പോഴെന്താണ് നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് കേടല്ല ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ടാസ്കുകളെ വിധിച്ചു നൽകുക, അതിനെ കോർഡിനേറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ സൂപ്പർവൈസ് ചെയ്യുക, നല്ല ദിശയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഓർഗനൈസേഷന്റെ ഘടന എന്ന് പറയുന്നത്. അത് ഏതൊരു സ്ഥാപനമാണെങ്കിലും അതാണ് ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഘടന എന്ന് പറയുന്നത്. ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരു ലക്ഷ്യം ഉണ്ടാവും, ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് എന്താണ് ഒരു ഘടന ഉണ്ടാവും. ചെയ്യാനായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള വ്യക്തികൾ ഉണ്ടാവും, അവരെല്ലാം കോർഡിനേറ്റ് ചെയ്യേണ്ടതുണ്ടാവും, അവരെയൊക്കെ സൂപ്പർവൈസ് ചെയ്യേണ്ടതുണ്ടാവും, ലക്ഷ്യത്തിലേക്ക് ഡയറക്റ്റ് ചെയ്തിട്ട് ലക്ഷ്യം നേടിയെടുക്കാൻ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. എല്ലാവർക്കും പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം എന്നുള്ള എയിമോട് കൂടിയിട്ടായിരിക്കണം ഈ ഘടന കൈകാര്യം ചെയ്ത് എല്ലാവർക്കും ഡെലിഗേഷൻ അധികാരങ്ങൾ വിട്ടുകൊടുക്കണം, ഓരോരുത്തർക്കും അവരുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ട്. അതോടൊപ്പം തന്നെ എന്താണ് നല്ലൊരു കൃത്യമായ അകലം വെച്ചിട്ട് തന്നെ സൂപ്പർവൈസ് ചെയ്യണം, വിലയിരുത്തണം. ഇതന്നെ വീണ്ടും ഓരോരുത്തർക്കും ഇങ്ങനെ ഡ്യൂട്ടികൾ കൊടുക്കുമ്പോൾ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ ഓരോരുത്തർക്കും സ്പെഷ്യലൈസ് ചെയ്യുന്ന അവർക്ക് നന്നായിട്ട് രീതിയിൽ വർക്ക് സ്പീഡിൽ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയോട് കൂടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ചെയ്യുന്ന വർക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുക. അങ്ങനെ വരുമ്പോൾ ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ നല്ല രീതിയിലുള്ള സ്ട്രക്ചർ ആകും, ലക്ഷ്യം നല്ല രീതിയിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? നിങ്ങൾ വായിച്ചു നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.
കഴിഞ്ഞ പ്രാവശ്യത്തെ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മള് പ്ലാനിൽ തുടങ്ങി വെച്ച അതിന്റെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. പ്ലാനിന് കമ്മ്യൂണിക്കേഷൻ ചാനൽ ഷുഡ് ബി പ്രോപ്പർ. കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ശൃംഖല അല്ലെ, വഴിയുണ്ടാവും. അതായത് ടോപ്പ് ലെവലിലേക്ക് നമുക്ക് ചിലർക്ക് എന്താ പറയുക, പെട്ടെന്ന് തന്നെ കൃത്യമായിട്ട് അവർക്കൊന്ന് കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയത് വരില്ല. അപ്പൊ എന്താണ്, ഇവരുടെ ഡ്യൂട്ടീസ് എല്ലാം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ ഉള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളൊന്നും ഇല്ലാത്ത തരത്തില് അവർക്ക് മേലാധികാരികൾക്ക് കീഴുദ്യോഗസ്ഥരുടെ ഇടയിൽ തന്നെ അവരുടെ ഇടയിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉദ്ദേശിക്കുന്നത്. അതാണ്. അപ്പൊ അധികാരങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് അവർക്ക് വർക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഒരു അധികാരി ആയിരിക്കും താഴെയുള്ള ജീവനക്കാരുടെ ഇടയിൽ നിന്ന് അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ അവർക്ക് എന്താണ്, ഫ്രീ ആയിട്ട് ഇവരോട് സംസാരിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പ്രോബ്ലംസ്, അവർക്ക് എന്താണ് പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോബ്ലംസിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉതകുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് കൈകാര്യം ചെയ്ത് കൊടുക്കാനുള്ള അവസരം കൊടുക്കും. എങ്കിൽ മാത്രമേ അവർക്ക് നല്ല രീതിയിലുള്ള വർക്ക് ചെയ്തു കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ അല്ലെ. അപ്പൊ അധികാരികൾക്ക് അധികാരം കൊടുക്കുമ്പോൾ തന്നെ ഇവരുടെ ഇടയിൽ പ്രവർത്തിക്കാനും കൂടി ഉള്ള ഒരു അവസരം കൂടി അതുകൂടി പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഈ അധികാരങ്ങൾ നിശ്ചയിക്കാൻ. അതാണ് കമ്മ്യൂണിക്കേഷൻ ചാനൽ ഷുഡ് ബി പ്രോപ്പർ ആയിട്ട്. എന്തെങ്കിലും ഡൗട്ട്? താങ്ക് യു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.